നമസ്കാരം. വീണ്ടും ഒരു ക്രിസ്മസ് ദിനം കൂടി ആഗതമായിരിക്കുകയാണ്. ഈ ദിവസം റഷ്യയിലെ ഒരു തെരുവിൽ ഒരു ചെറിയ വീട്ടിൽ നടന്ന ക്രിസ്മസ് ദിനമാണ് ഓർമ്മയിൽ വരുന്നത്. നമുക്കെല്ലാം പരിചിതമായ ഒരു കഥയാണ് പപ്പ പാനോവിന്റെ കഥ. റഷ്യയിലെ തണുത്ത ഒരു സന്ധ്യ, അത് ക്രിസ്മസിന്റെ തലേ സന്ധ്യയായിരുന്നു. പപ്പ പാനോ വൃദ്ധനായ ഒരു ചെരുപ്പുകുത്തിയായിരുന്നു. ക്രിസ്മസിന്റെ തലേ രാത്രിയിൽ തന്റെ കടയുടെ മുൻപിൽ നിന്ന് ചുറ്റുപാടുമുള്ള വെളിച്ചങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരുന്ന പപ്പ പാനോവിന്റെ മൂക്കിലേക്ക് അടുത്തുള്ള വീട്ടിൽ ക്രിസ്മസ് വിഭവങ്ങൾ പാചകം ചെയ്യുന്ന മണം എത്തി. തന്റെ ഭാര്യയോടൊത്ത് തന്റെ ചെറിയ കുഞ്ഞുങ്ങളോടൊപ്പം ഉള്ള ക്രിസ്മസ് ദിനങ്ങളെ പറ്റി പപ്പ പാനോ ചിന്തിച്ചു. തന്റെ കടയടച്ച് തന്റെ മുറിയിലേക്ക് അദ്ദേഹം പോയി. അവിടെ തന്റെ അലമാരിയിൽ ഇരുന്ന കുടുംബ ബൈബിൾ എടുത്ത് പൊടി തട്ടിയെടുത്ത് വായിക്കുവാനായി ആരംഭിച്ചു. അതിൽ സുവിശേഷ ഭാഗങ്ങളിൽ ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പറയുന്ന ഭാഗമെടുത്ത് പപ്പ പാനോ വായിക്കുകയാണ്. സത്രങ്ങളിൽ സ്ഥലമില്ലാതെ അലയുന്ന യോസഫിനെയും മറിയത്തിനെയും വായിച്ചു. പിന്നെ പശുത്തൊട്ടിയിൽ കിടക്കുന്ന യേശു കുഞ്ഞിനെ പറ്റിയും വായിച്ചു. പപ്പ പാനോ തന്റെ ചാരുകസേരയിൽ കിടന്ന് ചിന്തിച്ചു. ഓ എന്റെ പ്രിയപ്പെട്ട യേശുവേ, നീ എന്റെ വീട്ടിൽ വന്നിരുന്നു എങ്കിൽ എന്റെ കട്ടിൽ നിനക്ക് നൽകുമായിരുന്നു, എന്റെ കമ്പിളി പുതപ്പും കൊണ്ട് ഞാൻ നിന്നെ പുതപ്പിക്കുമായിരുന്നു എന്ന്. പിന്നീട് അദ്ദേഹം താഴേക്ക് വായിച്ചപ്പോൾ വിദ്വാൻമാർ വന്ന് യേശു കുഞ്ഞിന് കാഴ്ചകൾ അർപ്പിക്കുന്ന രംഗം വായിച്ചു. പപ്പ പാനോവിന് വലിയ വിഷമമായി. ഓ യേശു കുഞ്ഞെ, നീ വന്നാൽ നിനക്ക് തരുവാൻ എന്റെ കയ്യിൽ സമ്മാനമൊന്നും ഇല്ലല്ലോ എന്ന് പെട്ടെന്ന് പപ്പ പാനോ ചിന്തിച്ചു. തന്റെ അലമാരയിൽ ഏറ്റവും മുകളിലിരിക്കുന്ന ഒരു പെട്ടി പൊടി തട്ടി അദ്ദേഹം ആ പെട്ടി പുറത്തെടുത്തു. അതിൽ 2 കുഞ്ഞ് ഷൂ ആയിരുന്നു. അദ്ദേഹം അതെടുത്ത് മാറ്റിവെച്ചിട്ട് വീണ്ടും ആ ചാരുകസേരയിൽ തന്നെ കിടന്ന് പതുക്കെ മയങ്ങുവാൻ ആരംഭിച്ചു. ആ ഉറക്കത്തിൽ പപ്പ പാനോ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരാൾ തന്നോട് ചോദിക്കുകയാണ്, പപ്പ പാനോ, ഞാൻ യേശുവാണ്, ഞാൻ നാളെ നിന്റെ അടുക്കൽ വരുന്നുണ്ട്, നീ എന്നെ പ്രതീക്ഷിച്ചിരിക്കില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് പറയില്ല ഞാൻ ആരാണ് എന്ന്. പപ്പ പാനോ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. ക്രിസ്മസ് ദിനമായി. താൻ ഇന്നലെ കണ്ട സ്വപ്നത്തെ പറ്റി പപ്പ പാനോ ചിന്തിച്ചു. യേശു തന്റെ അടുക്കിലേക്ക് വരുന്നത് എങ്ങനെയായിരിക്കും? യേശു കുഞ്ഞായിട്ടായിരിക്കുമോ, അതോ ഒരു യുവാവായിട്ടായിരിക്കുമോ, അതോ ഒരു മഹാരാജാവായിട്ടായിരിക്കുമോ എന്ന്. ആ ക്രിസ്മസ് ദിനത്തിൽ രാവിലെ ഒരു സ്പെഷ്യൽ കോഫി ഉണ്ടാക്കുവാനായി അദ്ദേഹം അടുക്കളയിലേക്ക് പോയി. തന്റെ വിശേഷപ്പെട്ട അതിഥിയെ ഇടയ്ക്കിടെ ജനാലയിൽ കൂടി അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു. തന്റെ കോഫി റെഡിയായി കഴിഞ്ഞ് വീണ്ടും ആ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിയ പപ്പ പാനോ കണ്ടത് നിരത്ത് വൃത്തിയാക്കുന്ന വൃദ്ധനായ ആളെയാണ്. തണുത്ത ആ പ്രഭാതത്തിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ആ തൂപ്പുകാരൻ നന്നേ ക്ഷീണിതനാണെന്ന് പപ്പ പാനോവിന് മനസ്സിലായി. അദ്ദേഹം കതകു തുറന്ന് വിളിച്ചു, ഹേയ്, അകത്തേക്ക് വരൂ. ആ തൂപ്പുകാരൻ ഞെട്ടിത്തെറിച്ചു പോയി. തന്നെ ആരാണ് ഇത്ര കാര്യമായി ക്ഷണിക്കുന്നത് എന്ന്. അയാൾ തന്റെ ചൂലവിടെ വച്ചിട്ട് ഓടി പപ്പ പാനോവിന്റെ വീട്ടിലേക്ക് ചെന്നു. പപ്പ പാനോ അയാൾക്ക് ചൂട് കാപ്പി കൊടുത്തു. തീ കാഞ്ഞ് അദ്ദേഹത്തിന്റെ ശരീരവും ചൂടുള്ളതായി മാറി. സന്തോഷത്തോടുകൂടി പപ്പ പാനോവിനോട് നന്ദി പറഞ്ഞ അയാൾ പോകുവാൻ ഇറങ്ങുമ്പോഴും പപ്പ പാനോവിന്റെ കണ്ണ് ആരെയോ തിരയുകയായിരുന്നു. താങ്കൾ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തൂപ്പുകാരൻ ചോദിച്ചു. പപ്പ പാനോ തലേ രാത്രിയിൽ നടന്ന സ്വപ്നത്തെ പറ്റി വിവരിച്ചു പറഞ്ഞു. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ തൂപ്പുകാരൻ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. വീണ്ടും പപ്പ പാനോ ക്യാബേജ് സൂപ്പ് തയ്യാറാക്കുകയായിരുന്നു. തയ്യാറാക്കി കഴിഞ്ഞ് തന്റെ പ്രത്യേക അതിഥി വരുന്നുണ്ടോ എന്ന് നിരത്തിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. നിരത്തിലൂടെ നോക്കിക്കൊണ്ടിരുന്ന പപ്പ പാനോവിന്റെ കണ്ണുകൾ ഉടക്കിയത് ഒരു ചെറിയ യുവതിയിലായിരുന്നു.
അവളുടെ കയ്യിൽ എന്തോ പൊതിഞ്ഞുണ്ടായിരുന്നു. അവൾ കൂടുതൽ അടുത്തേക്ക് നടന്ന് വന്നപ്പോഴാണ് പപ്പ പാനോ മനസ്സിലാക്കിയത് ഒരു കീറിയ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിനെയാണ് അവൾ എടുത്തിരുന്നത് എന്ന്. പപ്പ പാനോ ഓടിച്ചെന്നു അവളെയും തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. തീക്കരികിൽ അവരെ ഇരുത്തി ചൂട് കായാനായി. പപ്പ പാനോ പാല് തിളപ്പിച്ചുകൊണ്ട് വന്ന് തണുപ്പിച്ച് കുഞ്ഞിന്റെ വായിൽ ഒരു സ്പൂണ് കൊണ്ട് ഒഴിച്ചു കൊടുത്തു. അയാൾ മനസ്സിലാക്കി ആ കുഞ്ഞിന്റെ കുഞ്ഞ് ഇളം കാലുകൾ തണുപ്പ് കൊണ്ട് മരവിച്ച് നീലിച്ചിരിക്കുന്നതായിട്ട്. പപ്പ പാനോ അതിന്റെ അമ്മയോട് ചോദിച്ചു, കുഞ്ഞെ, ഈ കുഞ്ഞിന് തണുപ്പ് താങ്ങുവാൻ സാധിക്കുന്നില്ല, അതിന്റെ കാലിൽ ഷൂസ് ഇല്ലാത്തതിനാൽ. പപ്പ പാനോവിനോട് അവൾ പറഞ്ഞു, എനിക്ക് ഷൂസ് വാങ്ങിക്കുവാൻ പൈസയില്ല, ഞാൻ അടുത്ത ഗ്രാമത്തിലേക്ക് ജോലി അന്വേഷിച്ചു പോവുകയാണ് എന്ന്. പപ്പ പാനോ തലേ രാത്രിയിൽ എടുത്തു വെച്ച ഒരു ജോഡി ഷൂസിനെ പറ്റി ആലോചിച്ചു. പക്ഷേ അതെങ്ങനെ കൊടുക്കും? അത് താൻ യേശു കുഞ്ഞിന് കൊടുക്കുവാനായി മാറ്റിവെച്ചിരിക്കുന്നവയാണല്ലോ എന്ന്. എങ്കിലും പപ്പ പാനോ പോയി ആ ഷൂസ് എടുത്തുകൊണ്ട് വന്ന കുഞ്ഞിന്റെ കാലിൽ അണിയിച്ചു. ശരിക്കും ആ കുഞ്ഞിന് വേണ്ടി പറഞ്ഞ് തയ്ച്ചതുപോലെ ഉണ്ടായിരുന്നു ആ ഷൂ. പപ്പ പാനോ ആ ഷൂ കുഞ്ഞിനെ ഇടിപ്പിച്ച് അതിന്റെ അമ്മയ്ക്ക് ചൂടുള്ള കുറച്ച് സൂപ്പും കൊടുത്ത് അവരെയും യാത്രയാക്കി. നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ആ യുവതിയും ആശംസിച്ചിട്ട് കടന്നുപോയി. സമയം മുൻപോട്ട് നീങ്ങുകയാണ്. പപ്പ പാനോ തന്റെ അതിഥിയെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരത്തിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതൊക്കെ അയൽവക്കത്തുള്ളവരും കൂട്ടുകാരും ഒക്കെയാണ്. അവർ പപ്പ പാനോവിനെ തലയാട്ടിയും മെറി ക്രിസ്മസ് ആശംസിച്ചും കടന്നുപോയി. അവരുടെ ഇടയിലും പപ്പ പാനോ തിരഞ്ഞത് തന്റെ പ്രത്യേക അതിഥിയെ ആയിരുന്നു. അപ്പോൾ പപ്പ പാനോ കണ്ടു ഒരു ഭിക്ഷക്കാരൻ വിശന്നു വലഞ്ഞുകൊണ്ട് ആ നിരത്തിലൂടെ നടക്കുന്നത്. അയാളെയും പപ്പ പാനോ അകത്ത് വിളിച്ചു. അയാൾക്കും ചൂടുള്ള സൂപ്പും ബ്രെഡും നൽകി സന്തോഷത്തോടുകൂടി ആ ഭിക്ഷക്കാരനെ യാത്ര അയച്ചു. അങ്ങനെ സന്ധ്യയായി. താൻ പ്രതീക്ഷിച്ച അതിഥി എത്തിയില്ല. ഏറെ ദുഃഖത്തോടെ പപ്പ പാനോ തന്റെ ചാരുകസേനയിൽ പോയിരുന്നു. വീണ്ടും പപ്പ പാനോ പതിയെ മയക്കത്തിലേക്ക് വീണു. പപ്പ പാനോ അന്ന് രാവിലെ താൻ കണ്ടെത്തിയ അതിഥികളെയൊക്കെ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുത്തു. ആ തൂപ്പുകാരനും യുവതിയും കുഞ്ഞും അതോടൊപ്പം തന്നെ ഭിക്ഷക്കാരനും ഒക്കെ. പക്ഷെ അവരിൽ ആരിലും തനിക്ക് യേശു കുഞ്ഞിനെ അല്ലെങ്കിൽ വരാമെന്ന് പറഞ്ഞ അതിഥി യേശുവിനെ കണ്ടെത്താനായില്ലല്ലോ എന്ന് അയാൾ വിഷമിച്ചു. പെട്ടെന്ന് വീണ്ടും ഒരു ശബ്ദം, പപ്പ പാനോ, നീ എന്നെ കണ്ടിരുന്നില്ലയോ? തലേ രാത്രിയിൽ കേട്ട അതേ ശബ്ദം. ഞാൻ നിന്റെ അടുക്കൽ വന്നിരുന്നു 3 രൂപങ്ങളിൽ. ഞാൻ നഗ്നനായി വന്നപ്പോൾ, ഷൂസ് ഇല്ലാതെ വന്നപ്പോൾ നീ എനിക്ക് ഷൂസ് ഇട്ട് തന്നു. ഞാൻ വിശന്നു വന്നപ്പോൾ നീ എനിക്ക് ആഹാരം തന്നു. പപ്പ പാനോ ഞെട്ടി ഉണർന്നു. ഇതൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി. അന്ന് രാവിലെ താൻ ആരെന്ന് പറയാതെ 3 രൂപങ്ങളിൽ യേശു പപ്പ പാനോവിന്റെ അടുക്കൽ അതിഥിയായി എത്തി. കുഞ്ഞായും യുവാവായും വൃദ്ധനായും ഒക്കെ തന്നെ. അതെ, പപ്പ പാനോവിന് ആത്യന്തികമായ സന്തോഷമുണ്ടായി. അങ്ങനെ താൻ അറിയാതെ തന്നെ സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ യേശുവിനെ ആയിരുന്നുവല്ലോ എന്ന് നന്ദിയോടുകൂടി പപ്പ പാനോ ഓർത്തു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ദിനത്തിലും നമുക്ക് ഇത് തന്നെയാകട്ടെ ചിന്ത. ഈ എളിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. ഇവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്യാഞ്ഞതെല്ലാം എനിക്കാകുന്നു ചെയ്യാതിരുന്നത് എന്ന യേശു തമ്പുരാന്റെ ആ വാക്കുകൾക്ക് നമുക്കും ചെവി കൊടുക്കാം. COVID-19 എന്ന മഹാമാരിയിൽ ലോക ജനതയാകെ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് 2020 ക്രിസ്മസ് നാം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും കൊണ്ടാടുന്നതും ഒക്കെ. ബെത്ലഹേമിൽ പിറന്ന ആ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആ സുവാർത്തകൾക്കായി നമുക്ക് കാതോർക്കാം. അന്ന് നക്ഷത്രം കണ്ട് ബെത്ലഹേമിലേക്ക് തിരിച്ച വിദ്വാൻമാരെ പോലെ യേശുവിനെ നോക്കി യഥാർത്ഥമായ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും നമുക്ക് അടുക്കാം. മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും അതിൽ ജാതി വ്യത്യാസമോ മതവർണ്ണ വ്യത്യാസങ്ങളോ ഇല്ലാതെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ, ഒന്നിച്ച് എല്ലാവർക്കുമായി കരുതുവാൻ നമുക്ക് ഏവർക്കും ഈ ക്രിസ്മസ് ദിനത്തിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.